മനസ്സിലാക്കി തരാം. മുടി നേരോടെ വീഴുന്നില്ലല്ലേ? ശ്രമിച്ചു നോക്കി, ഒത്തില്ല. എങ്കിൽ ഞാൻ തന്നെ നേരിട്ട് വരാം. മുടി പറിക്കാനോ? അല്ല, പിന്നെ അവളെ പുകച്ച് പുറത്തിയാടിക്കാൻ. വജ്രകുണ്ടി ഹോമം. വജ്രകുണ്ടി ഹോമം കുറച്ച് കൊതുകടി കുറയുന്നല്ലാതെ അവൾ ഇളകൊന്നും തോന്നുന്നില്ല. ഇളക്കി തരാം. ഇതോ? അല്ല, അവളെ അർദ്ധരാത്രി തുടങ്ങി 3.5 നാഴിക നേരം നീണ്ടു നിൽക്കുന്ന ഹോമം അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ അവൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. വശ്യവരാഹി, വിഷനാഗി, എട്ടി, ദമഷ്ട ദുന്ദുബി, മറുത, ചണ്ടാള, വേതാള എന്നീ ഭൂതപ്രേത പിശാചുക്കൾ നിലം തൊടിയിക്കാതെ ആവരണം ചെയ്യും. വിളിച്ചിറക്കിയ പോലെ ഹോമകുണ്ടത്തിന് മുന്നിൽ വന്നു നിന്ന് തുള്ളും. പിന്നെ പിടിച്ചു കയറ്റിയാൽ പോലും അവൾ പടി കയറില്ല. മതി, എനിക്കത് മതി. ഓം ഹ്രീം ബ്രീം സ്വാഹ, ഓം ഫട്ട് വജ്രകുണ്ടി സ്വാഹ. നീ പോകില്ലല്ലേ? മന്ത്രവാദി പാതയെ അടക്കും. ആ മന്ത്രവാദിയുടെ പുറകെ കൂടിയിരിക്കാൻ അയാളെ തല്ലി ചമ്മന്തിയാക്കുമല്ലോ എന്റെ ഭഗവതി. ചമ്മന്തിയായി. ഇറങ്ങി പോവില്ലല്ലേ? പോകുമെന്ന് ഞാൻ നോക്കട്ടെ. എല്ലാവരും പോടി. നിന്റെ കിടിപിടികളെല്ലാം എടുത്തെറിയുന്നു. നിന്നെ ഇവിടെ അടിച്ചിറക്കുന്നു. അത്ര തന്നെ. എങ്ങോട്ടാ? പുറത്തോട്ട് പോവാൻ. അമ്മായി, ഞാൻ പറയുന്നു ഒന്ന് കേൾക്കാം. നീ പറഞ്ഞിടത്തോളം മതി. ഇനി പരിപ്പ് ഇവിടെ വേവില്ല. എടുത്തോണ്ട് പോടി. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ഇല്ല വെട്ടിയേറി ഞാൻ കുളത്തിലെറി. ഈ മാർത്താണ്ഡം ആരാന്ന് നീ വിചാരിച്ച? എന്താണ് നിന്റെ ഉദ്ദേശം? ഇതെന്താണെന്നറിയോ? വെട്ടിയെറിഞ്ഞ് കുളത്തിലെറിയോ അല്ലേ? വെട്ടിയാലോ? എവിടെയാ കുളം? എന്തിനാ കുളിക്കാനാണ്? അല്ല, തന്നെ വെട്ടിയെറിയാ. താൻ എന്താ പറഞ്ഞത്? പരിപ്പ് ഇവിടെ വേവില്ലെന്നോ? ഞാൻ വേവിച്ചു തരാം. എവിടെയോ പരിപ്പ്? ഇപ്പൊ കൊണ്ടുതരാം. അല്ല, ഇവിടുന്ന് പോവില്ല. ജയിലിൽ കിടക്കുന്ന എന്റെ മച്ചാൻ വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കാണും. ഇതെന്റെ വീടാ. ആരാ ഇവിടുന്ന് ഇറങ്ങുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പൊ തന്നെ ഞാൻ എല്ലാ വിവരങ്ങളും മച്ചാൻ എഴുതി അറിയിക്കാൻ പോവാ. മച്ചാൻ വരട്ടെ, അപ്പ കാണാം. അയ്യോ, ഇത് തമിഴാ. അമ്മ വായിക്കാം. ഇതൊക്കെ തെലുങ്കേ അറിയാവൂ. ഇങ്ങതാ ഞാൻ വായിക്കാം. മാരിമുത്തു സെൻട്രൽ ജയിൽ പാളയംകോട്ട. ആയിട്ടില്ല. വെള്ളം വേണ്ട. എന്തിനാ ജയിലിൽ പോയേ? നിന്റെ അമ്മയുടെ നായരെ കൊന്നതിന്. അമ്മയുടെ നായെന്ന് പറയുന്ന അച്ഛനല്ലേ? അൻപുള്ള മച്ചാന് അല്ലി എഴുതും കടിതം. കടുവോ? അല്ല, ഉലുവ. மச்சா, இங்க ஒண்ணுமே நான் நினைச்ச மாதிரி அல்ல. நம்ம அரமனை வீடு 500 ஏக்கரும் அந்த திருட்டு பெடுவா மார்த்தாண்டம் பிள்ளை பலமாய் பிடிச்சு வச்சிருக்கிறார். இங்க ஒரே குழப்பமாயிருக்கு. நீங்கள் சீக்கிரம் வந்து சேருங்க. இப்படிக்கு அன்புள்ள அல்லி
അയ്യോ അതിനിതാ അമ്മ വരുന്ന കിട്ടിയോടി അയ്യോ ഐഡിയ ആ പറ നമുക്ക് സാമ്പാറിൽ വിഷം ഒഴിച്ചു കൊടുത്താലോ? എന്നിട്ട് അവൾ അത് ചോറിൽ ഒഴിച്ച് കുഴച്ച് വിഴുങ്ങി കുഴഞ്ഞ് കാലിയായിക്കൊള്ളു. അവൾക്ക് മീൻകറി മതി എന്ന് പറഞ്ഞാലോ? എന്നാ നമുക്ക് മീൻകറി ചേർത്താലോ? അച്ഛന് മീൻകറി ഇഷ്ടമാണല്ലോ. എന്നിട്ട് അത് ചോറിൽ ഒഴിച്ച് കുഴച്ച് വിഴുങ്ങി കുഴഞ്ഞ് ഞാൻ കാലിയാവണോ അല്ലേ? അയ്യോ എന്നാ നമുക്ക് അവളോട് ചോദിച്ചാലോ? എന്ത് വിഷം തരട്ടെ എന്നോ? എന്നിട്ട് കൊലപാതക കുറ്റത്തിന് മച്ചാന്റെ കൂടെ ഞാൻ പോയി ജയിലിൽ കിടക്കണോ? എന്നാ വേറെ ഐഡിയ പറ. നമുക്ക് എരിശ്ശേരിയിലോ പുളിശ്ശേരിയിലോ ചേർന്ന് ഒരു പുണ്ണാക്കിൽ അതുകൊണ്ട് ഞാൻ ഒരു ബുദ്ധി പറഞ്ഞുതരാം. അവൾ അയക്കുന്ന കത്ത് ആ മച്ചാന്റെ കയ്യിൽ കിട്ടാൻ പാടില്ല. അതെങ്ങനെ? ആ തോൾ മുണ്ടിങ്ങെടുക്കാം. തോൾമുണ്ട് അവിടെ കഴിച്ച് ചുറ്റി വരിഞ്ഞ് മുറുക്കി കൊല്ലാനല്ലേ? പോസ്റ്റ് ഓഫീസ് വരെ പോകാനടി. നീ ആ മുനിയാണ്ടി വിളിക്കേ. എന്തൊരു തൊണ്ണ. 56, 57, 58. எல்லாமே போச்சடா. ஓகேங்க கண்டுக்கறேன்ற தெண்டி. அப்படிதானே இருந்தேன். மன்னிச்சிரையா. முனியாண்டி நீ வா. நான் வரேம்மா. முனியாண்டி ഇവിടെ വാടാ. പറയയാ. മുനിയാണ്ടി നീ വാടാ. പറയம்மா. മുനിയാണ്ടി ഇവിടെ വാടാ. പറയയാ. ഇത് அந்த போஸ்ட் பெட்டில போட்டுட்டு வா. மாரிமுத்து சென்ட்ரல் ஜெயில். சென்ட்ரல் ஜெயிலா? கடவுளே, யாரம்மா இந்த மாரிமுத்து? ஏன் மச்சான்? மச்சானா? அவர் எதுக்கு ஜெயில போறாரு? அது பெரிய கதை. பெரிய கதையா? ஐயோ, கேக்குறதுக்கு ஆசையா இருக்கு. சொல்லம்மா, அவர் எப்படி ஜெயில போறாரு? അച്ഛനും അമ്മയും മരിച്ചു പോയതിനു ശേഷം എനിക്കെല്ലാം എന്റെ മച്ചാനായിരുന്നു. കല്യാണം കഴിഞ്ഞ ദിവസം വെറുതെ മച്ചാനോടൊപ്പം കോയിലിൽ ഉത്സവം കാണാൻ പോയിരുന്നു. ഏതോ രണ്ട് തിമിരി പിടിച്ച നായിങ്ക லேசா என்னை இப்படி தோண்டினாங்க. என் மச்சான் விடுமா? எடுத்தா கத்திய ஐயோ. அப்புறம் என் முன்னாடியே என் மச்சான போலீஸ் பிடிச்சிட்டு போயிட்டாங்க. 5 வருஷம் ஆச்சு என் மச்சான கண்ணால பார்த்து. அழாதம்மா, அழாத. என் மச்சான் திரும்பி வரும்போது என்ன ஆகும் தெரியுமா? என்னம்மா ஆகும்? வரட்டும், அப்ப பாத்துக்கலாம். சரி சரி, நீ போயிட்டு வா. മുനിയാണ്ടി ഞാൻ പോസ്റ്റ് ഓഫീസ് വരെ പോവാണ്. എഴുത്ത് ഞാൻ ഇട്ടോളാം. അത് വേണ്ട, അത് മാമിട്ടാലേ പെട്ടി പോവില്ല, കുപ്പയിലേ പോവും. നീ പോ. മച്ചാന മച്ചാന ഇതാ എനക്ക് മച്ചാന. അയ്യോ സ്വർണം കുറച്ച് വെള്ളം റെഡിയാക്കി വെക്കേ. അച്ഛാ വീഴൂ. വീണ് പോകും. അത്രയല്ല. நான் ஓட்டக்காரன் நல்ல ஓட்ட. நிக்க மாட்டேன். നിക്ക മാട്ടിയാ? നിന്നെ ഞാൻ നിർത്തിക്കോ. അയ്യോ കണ്ടിട്ടാ. അയ്യോ എന്നൊക്കെ யாரு சொன்னது ஒண்ணு ஓட. അയ്യോ, അല്ലിയൊക്കെ മച്ചാനിക്കുള്ള കത്ത്. അല്ലിയൊക്കെ ചോദിച്ചാ കത്ത് പെട്ടിയിലിട്ടെന്ന് പറഞ്ഞാ മതി. അല്ലിയൊക്കെ എവിടോ ബുദ്ധി. അപ്പൊ അവക്ക് സേണ്ട പൊണ്ണ്. എനിക്കറിയാം നീ ഇത് പിടിച്ചു വാങ്ങൂന്ന്. അയ്യോ അല്ല, അതല്ല. ഞാൻ ഒരു കാര്യം പറയാവേ, ഇവ സ്വപ്പ വട്ടല. ചിലപ്പോ ഇത് എവിടെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാലോ. അതുകൊണ്ടാ ഞാൻ പിടിച്ചു വാങ്ങിച്ചത്. വട്ട് അവനല്ല, നിനക്ക. ആ, നിനക്ക് നിന്റെ അച്ഛനും അമ്മയ്ക്ക് എല്ലാവർക്കും വട്ടാം. അത് തീർക്കാനായി കത്ത്. എന്റെ മച്ചാനിങ് എത്തുമ്പോ എല്ലാം മാറിക്കോളും. അതുകൊണ്ട് ഞാൻ തന്നെ ഇത് പെട്ടിയിലിട്ടോളാം. കേട്ടാ? ശരി പോ. ഇപ്പൊ പുരിച്ചതില്ല. ഉനക്കുதான் എന്നാ പോടി. ഇനി എന്താണ് ഒരു മാർഗം? അയ്യോ കിട്ടിയോ? മിടുക്കി, നീയാണ് എന്റെ മകൻ. പിന്നെ ആര്? അതാ നായ്ക്കരുടെ മോളല്ലേ? പോയി, എല്ലാം പോയി. എന്റെ അരമന വീടും 500 ഏക്കറും പോയി. ആരത്? അവള് മനസ്സിൽ കണ്ടപ്പോ നിങ്ങള് മരത്തെ കണ്ടു, നിങ്ങള് മരത്തെ കണ്ടപ്പോ ഞാൻ മാനത്ത് കണ്ടു. നീ എന്തുവാടി പറയുന്നേ? എന്തുവാ പറയുന്നത്? അവള് പോലും അറിയാതെ കത്ത് ഞാൻ മാറ്റിയെന്ന്. വേണ്ട, കണ്ടോ കത്ത്? നീ ഇതെങ്ങനെ ഒപ്പിച്ചെടി കനകം? അതൊക്കെ ഒപ്പിച്ചു എന്റെ സ്വർണ്ണച്ചാ. പകരം
വെള്ള കടലാസ കവറിൽ വെച്ചിരിക്കുന്ന. അപ്പൊ അരമന വീടും 500 ഏക്കർ നമുക്ക് കിട്ടിയിട്ടാ. പറയാറായിട്ടില്ല. ഇപ്പം മച്ചാന് കിട്ടുന്നത് വെള്ളക്കടലാസായിരിക്കും. പക്ഷെ ശിക്ഷ കഴിഞ്ഞവൻ നേരെ വരുന്നത് ഇങ്ങോട്ടായിരിക്കും. വേണ്ട വേണ്ട വേണ്ട, അതിനു മുമ്പ് ആ പല്ലി എവിടുന്ന് പറഞ്ഞു വിടണം. അതിനാ പല്ലി എവിടുന്ന് പോണ്ടേ? പോകും, അവൾക്ക് പോയേ പറ്റൂ. നമ്മളല്ല, ഇവിടുത്തെ നാട്ടുകാരവളെ അടിച്ചോടിക്കും. അതിനുള്ള കെണി ഞാൻ ഒപ്പിച്ച് വെക്കും. ஆமா இவ்வளவு நாளும் காட்டாத ஒரு தனி சினேகம் இன்னைக்கு மட்டும் ஐயா காட்டுறேன். അത് മുനിയാണ്ടി, ഈ മുതലാളി തൊഴിലാളി സ്വരൂപിരുന്നാലേ വീടും നന്നാവൂ നാടും നന്നാവൂ. നീ ഇത് കുടിക്കേ. போதும் ஐயா போதும். இனிமே நான் இந்த தண்ணியை சாப்பிட்டா அந்த தண்ணியில குளிச்சு சத்து போயிடுவையா. നിനക്ക് കുടി കുറച്ച് കൂടുന്നുണ്ട്. തണ്ണി ജാസ്തി ജാസ്തി. என்னையா வாங்கி கொடுத்துட்டு போக்கத்தர சொல்றியா நீ? മുനിയാണ്ടി, ഇത്തവണത്തെ കൃഷിയൊക്കെ അല്പം മോശമായിരുന്നു. அதுக்கு நான் என்ன பண்றது? போன வருஷமா 2 பம்பு வாங்கி கொடுக்க சொன்னா வாங்கி கொடுக்கல, கை வர்றா போனே. அப்படின்னு என்ன கூப்பிட்டா போதுமாயா? നീ വാ, അടുത്ത കൃഷിയെ പറ്റി പറഞ്ഞുതരാം. വാ വാ വാ, വാടാ. വിത്തിനുള്ള ചേന ആ മുറി കട്ടിലിനടി വെച്ചിട്ടുണ്ട്. പോയി എടുത്തോണ്ട് വാശല്ലേ. முதலாளியோட சேனை ஏன் அம்மா இருக்கிற முறியில எல்லாம் கொண்டு வைக்கிறீங்க? എന്റെ ചേന നിന്റെ ഭാര്യയുടെ മുറി കൊണ്ട് വയ്ക്കണം. அங்கெல்லாம் வைக்க கூடாது. തന്തയുടെയും തള്ളയുടെയും പേരുകളെ ജനിച്ചവൾ. പെണ്ണൊന്ന് വിളഞ്ഞപ്പോഴേ അവരെ മേലോട്ട് കെട്ടിയെടുത്തില്ലേ? രാമനാര് പറ. രാമനാരല്ല, കുട്ടനായരാ. ഏതെങ്കിലും ഒരു ആര് പറ. കുടുംബത്തോടെ കഴിയുന്ന വീടായത്. നാളാളറിഞ്ഞാൽ ആർക്കാ നാണക്കേട്? ചേച്ച വന്നേ വന്നേ, ഒരു തമിഴ് മച്ചാന്റെ കാര്യം പറഞ്ഞ എവളിവിടെ വന്നത്. അവനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നവരെ എവളിവിടെ താമസിച്ചോളാ അത്രേ. എന്താ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോടി. നീ നോയിക്കോ, നോയിക്കോ നോയിക്കോ. എടീ വാലോർക്കാൻ, എടീ പള്ളി വാലോർക്കാൻ. ഇങ്ങോട്ട് അവനെ വിളിച്ചിറക്കടി. നീ വിളിച്ചു കയറ്റിയതിന്റെ രഹസ്യക്കാരനെ. തോന്നിവാസം പറയരുത്. ഇപ്പൊ കാണിച്ചു തരാമടി തോന്നിവാസം കാട്ടി ആരാണെന്ന്. നീ ഇറങ്ങി വേടാ. നീ ഇങ്ങോട്ട് ഇറങ്ങുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഞാൻ അങ്ങോട്ട് വരാം. என்னங்க கூட்டம்? இதாவது சண்டையா இல்ல ஐயா செத்து போயிட்டா? മുനിയോണ്ടി എന്താ അകത്തുനിന്ന് ആരെങ്കിലും കിട്ടിയോ? അങ്ങനെ ഉണ്ടെങ്കിലേ അത് ഈ മുറിയിലായിരിക്കില്ല. പെണ്ണായിട്ട് ഇവിടെ ഞാൻ മാത്രമല്ലല്ലോ. ഇറങ്ങണ്ട, ഞങ്ങളല്ല നീയാ. ഇറങ്ങാം. അതിനെന്റെ മച്ചാനിക്ക് വരട്ടെ. എന്നിട്ട് തീരുമാനിക്കാം ഇറങ്ങണ്ട. വീണ്ടും ഇവിടെ ഒരു മച്ചാൻ കഥ. കുറെ നാളായി നീ പറയുന്നല്ലോ ഞജ്ഞാൻ മരുന്നു. അങ്ങനെ ഒരു തൊണ്ടെങ്കിൽ പറ. എന്നാലും ഇങ്ങോട്ട് എഴുന്നള്ളതെന്ന് പറയണേ. കണ്ടോ നിന്ന് പരുങ്ങുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഇവക്ക് മച്ചാനേ ഇല്ല, എല്ലാം പച്ചക്കള്ളാണ്. നമ്മളെല്ലാം വെറും വിഡ്ഢികളാണെന്നാണ് അവളുടെ വിചാരം. നോക്കിയിരിക്കാതെ വാദം ചോദിക്കണായരെ. ആരാ നിന്റെ മച്ചാൻ? ഏൻ കഴിച്ച് താലി കെട്ടിവര്. എങ്കിലാ താലിയൊന്ന് കാണിക്ക. കാണിക്കടി. എന്താ പിള്ള ഇത്? ഇതുപോലുള്ള താലികൾ നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു മച്ചാനുണ്ടെങ്കിൽ അവൻ എന്ന് വരുമെന്ന് എവള് പറയട്ടെ. എവള് പറയില്ല. അവൻ എന്ന് വരും? ഇനി ഒന്നും പറയണ്ട. എവളെ പിടിച്ച് പുറത്താക്കിത്താ. പറയാം അടുത്ത വാരം, അടുത്ത ആഴ്ച. അതുവരെ നമുക്ക് ക്ഷമിക്കാം. അവൻ വന്നില്ലെങ്കിൽ നിന്നെ പിടിച്ച് പുറത്തിറക്കുന്ന ഞാനായിരിക്കില്ല, ഈ നാട്ടുകാരായിരിക്കും. അത് നീ ഓർത്തോ. കേട്ടല്ലോ? എല്ലാരും പിരിഞ്ഞു പോക്കോളൂ. എല്ലാരും പിരിഞ്ഞു പോകും. ദൈവമേ, മാർത്താണ്ഡന്റെ അടുത്ത അഭ്യാസം. സ്വർണ്ണച്ച, അവളോട് വെല്ലുവിളിച്ച് ഇറങ്ങി പോന്നാലേ അവള് പറഞ്ഞതുപോലെ ആ മച്ചാനങ്ങാനും വന്നു കയറി നമ്മളെന്തോ ചെയ്യും? എടി മണ്ടത്തരത്തിന് കൈയും കാലും വെച്ചവളെ കഴുത കനകം. അവളൊരു ധൈര്യത്തിന് എങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അവള് മച്ചാൻ എഴുതിയ കത്ത് നീയല്ലേ അടിച്ചു മാറ്റിയത്?
പിന്നെ എങ്ങനെയാ മച്ചാൻ വരും? അത് ശരിയാ, ഞാൻ അതങ്ങ് മറന്നുപോയി. ഞാനത് മറന്നിട്ടില്ലടി. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനൊരു കളി കളിച്ചത്. നീ നോക്കിക്കോ, ഒരാഴ്ചക്കകം അവളുടെ മച്ചാൻ ഇവിടെ വന്നില്ലെങ്കിൽ അവള് പറഞ്ഞല്ല പച്ച കള്ളവാണെന്ന് തെളിയും. അവള് പൊയ്ക്കോളും. ഇല്ലെങ്കിൽ ഞാൻ അവളെ അടിച്ചോടിക്കും. കൂട്ടിന് നാട്ടുകാരും ഉണ്ടാവും. എന്റെ ഭഗവതി, ആനയുടെ ബുദ്ധിയാ എന്റെ സ്വർണ്ണച്ചന്. ആനയുടെ നല്ലടി കഴുതേ, പൂച്ചയുടേത്. ഏത് അത് ശരി. ഏത് ഉത്തരത്തേന്ന് വീണാലും ഈ പൂച്ച 4 കാലേ നിൽക്കും, അറിയാവോ? ഞാൻ അന്നേ മുനിയാണ്ടേ, എന്താ നീ അന്ന് അല്ലിയുടെ മുറി നീ എങ്ങനെ രക്ഷപ്പെട്ടു? അതുവാ അത് വന്ന് അപ്പുറമാ சொல்றேன். പറഞ്ഞിട്ട് പോടാ. വേറെ ഇருக்கு, വേറെ ഇருக்கு. അരമന വീട്. അല്ലി അരമന വീട് ഗോവിന്ദരാജപുരം. കനകം കനകം. എന്താ അവൾക്കൊരെഴുത്തുണ്ട്. ആർക്ക്? പല്ലിക്ക്. എനിക്ക് വായിക്കാൻ ശക്തിയില്ല. മുൻ ലെറ്ററിലിരുന്ന് അങ്ക നടന്നതെല്ലാം தெரிஞ்சு போச்சு. ஒரு வாரத்துக்குள்ள நான் அங்க வந்துடுவேன். உன்னை பற்றி யாரு மோசமா சொன்னாலும் நான் அவன் கழுத்தை துண்டம் துண்டமா வெட்டிடுவேன். இப்படிக்கே உன் மச்சா மாறி முத்து. ஐயோ சொர்ணம்